വന്യമൃഗ ഭീഷണിയുള്ള ചിമ്മിനി ഉൾക്കാട്ടിൽ ഫയർ ലൈൻ ജോലിയോ മറ്റു അനുബന്ധ ജോലിയോ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പരിശീലനം കിട്ടിയ ആളുകൾ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങൾ കയ്യിൽ കരുതുക പോലും ചെയ്തിരുന്നില്ല എന്നതും സാധാരണക്കാരുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ്. വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശത്തെ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ഉപകരണങ്ങൾ ആവശ്യത്തിന് ലഭ്യമല്ലാത്ത സാഹചര്യമാണുള്ളത്. പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളെ കാണുന്ന ചിമ്മിനി പ്രദേശത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ ജോലിയാണ് ഫോറസ്റ്റ് വാച്ചറുടെ മരണത്തിന് കാരണമായത്. ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ വ്യാഴാഴ്ച ചിമ്മിനി വനപ്രദേശത്ത് ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 6 പേരാണ് ഫയർ ലൈൻ വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ചിമ്മിനി ഉൾവനത്തിലേക്ക് പോയത്, എച്ചിപ്പാറ പ്രദേശത്ത്. പക്ഷെ അവിടെ പോകുമ്പോൾ 6 പേര് പോകുമ്പോൾ അതിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പകൽ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ എച്ചിപ്പാറ എന്ന പ്രദേശം. ചിമ്മിനി പ്രദേശത്തൊക്കെ ഇപ്പോൾ ഞാൻ അവിടെ പോയി വരുമ്പോൾ തന്നെ അവിടെ റബ്ബർ കാട്ടിൽ 3 ആനകളെ കണ്ടിരുന്നു. വന്യമൃഗങ്ങൾ ഭീഷണിയുള്ള ഈ സ്ഥലത്ത് പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ 2 പേരും ഫോറസ്റ്റ് വാച്ചർമാർ 4 പേരുമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അവർ കൈവശം വയ്ക്കേണ്ട ആയുധങ്ങൾ, കരുതേണ്ട ആയുധങ്ങൾ, അതുപോലെ തന്നെ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് കുറ്റകരമാണ്. സാധാരണക്കാരുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ ആരാണോ ആയുധങ്ങൾ കൈവശം വയ്ക്കേണ്ട ആളുകൾ ഈ പ്രദേശത്ത് പോകുമ്പോൾ ആയുധം കരുതണം. അതുപോലെ തന്നെ പരിശീലനം കിട്ടിയ ആളുകൾ അവരെന്താണ് ആയുധങ്ങൾ, ഉപകരണങ്ങൾ, അതില്ലെങ്കിൽ അത് കരുതേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 25ലധികം ആളുകൾ വന്യമൃഗാക്രമണത്താൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫോറസ്റ്റ് വാച്ചർ കുമാറിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തകരായ PM അബ്ബാസ്, KA അബ്ദുൽ കരീം, CV ഷാജി എന്നിവർ പങ്കെടുത്തു. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.